അനുഷ്ഠാന കർമ്മങ്ങൾ നിലനിൽക്കണം. അത് നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദുർബലപ്പെടുത്താൻ അനുവദിക്കരുത്. വാക്കോട് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിതന്മാർ ഒറ്റയടിക്കൊരു തീരുമാനമെടുക്കില്ല. വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കി കാര്യമായ ബന്ധപ്പെട്ട ആളുകളുമായി കൂടിയാലോചന നടത്തി എല്ലാ കാര്യങ്ങളും നിർവഹിച്ച ശേഷം അവസാനമായിരിക്കും തീരുമാനമെടുക്കുക. ആ തീരുമാനത്തിന്റെ ഒപ്പം നിൽക്കാൻ നമ്മൾ മഹല്ലുകൾ ബാധ്യസ്ഥരാണ്, മുസ്ലിം സഹോദരന്മാർ ബാധ്യസ്ഥരാണ്. എങ്കിലേ ഈ ദീൻ എവിടെ നിലനിൽക്കൂ. അല്ലെങ്കിൽ വേറെ ദീൻ നിലനിൽക്കാൻ വേറെ മാർഗങ്ങളില്ല. ഈ സുന്നത്തമായി സംരക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിതന്മാർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കേരളത്തിൽ കിട്ടാവുന്ന വലിയ മഹാപണ്ഡിതന്മാരാ. അവർക്കൊരു പക്ഷെ വൈകല്യങ്ങൾ ഉണ്ടാകാം, മനുഷ്യ സഹജമായ കുറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇതൊക്കെ സോഷ്യൽ മീഡിയ വിളിച്ചു പറയേണ്ടവരാണോ നമ്മൾ? ഞാൻ സൂചിപ്പിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നത്തെ അധ്യക്ഷനാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. അള്ളാഹു ആലിമീങ്ങളെയും സാദാത്തുക്കളെയും കുറ്റം പറയുന്നവരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു സയ്യിദിനെയും ഒരു ആലിമിനെയും കുറ്റം പറയാൻ പാടില്ല. മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോത്തങ്ങളുടെ പ്രത്യേകത പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു മഹാനവർക്ക് ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും ഈ പരിശുദ്ധമായ ദീൻ ദീർഘകാലം നേർത്തു നൽകാനുള്ള ഹിമ്മത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ വലിയ വലിയ ആളുകളാണ്. വലിയ വലിയ ആളുകൾ നമ്മൾ കാണുന്ന വിചാരിക്കുന്ന വലിയ ആലിമ, അഹ്ലു ബൈത്തിന്റെ വലിയ പരമ്പര. പൂർവ്വകാലത്ത് തന്നെ യമനിൽ നിന്ന് അദ്ദേഹം പ്രസിഡന്റാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം പൂർവ്വപിതാക്കളുടെ മമ്പറന്നങ്ങൾ വിളിച്ചു വരുത്തിയത്. അങ്ങോട്ട് ഒരു ഘട്ടത്തിൽ അവരെ മകനിവിടെ വരേണ്ടി വരുന്ന അവർക്കറിയാമായിരിക്കും. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന മഹാനാണല്ലോ, നമ്മൾ കെട്ടുകഥ പറയുകയല്ല. അദ്ദേഹം കടമേരി റഹ്മാനിയ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നന്ദി ദാറുസ്സലാം കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു കുട്ടിയെ അവിടുന്ന് പുറത്താക്കി. സുലൈമാൻ എന്നാണ് കുട്ടിന്റെ പേര്. നമ്മൾ ഓർത്ത് നോക്ക്, അദ്ദേഹത്തെ തിരിച്ചറിയണം. ഈ കാണുന്ന പോലെയല്ല, അദ്ദേഹം അയഞ്ഞ മനസ്സാ, ഒരു വാശിയില്ല. 10 മിനിറ്റ് സംസാരിച്ചാൽ അങ്ങനെ ആക്കിയ എന്നവൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. വാശില്ലാത്ത മനുഷ്യനാണ്. ആരെ പുറത്താക്കിയാലും ഒന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കും. ഈ സുലൈമാനെ പുറത്താക്കിയ ചെറിയൊരു സാഹചര്യം പുറത്താക്കി കോളേജിൽ നിന്ന് സുലൈമാനെ തിരിച്ചെടുക്കാൻ ഉന്നതരായ ഒരുപാട് ആൾ റെക്കമെൻഡ് ചെയ്തു. അന്ന് അതിന്റെ ബഹുമാന്യനായ നേതൃത്വമാണ് സയ്യിദ് ഉമർ ബാഫിഖ് തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ഉൾപ്പെടെയുള്ള ചില മുസ്ലിം MLA ഉൾപ്പെടെ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹം തിരിച്ചെടുക്കാൻ. ജിഫ്രി തങ്ങൾ അദ്ദേഹം തിരിച്ചെടുക്കാൻ പറ്റൂല എന്ന് ഉറപ്പിച്ചു തന്നു. അവനിവിടെ വരികയാണെങ്കിൽ ഞാനിവിടെ വേണ്ട. അവസാനം പുറത്താക്കൽ സ്ഥിരപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പുറത്താക്കപ്പെട്ട സുലൈമാനാണ് ഇന്ന് ഫാദർ സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രചാരം നേടിയ മാരിയോ ജോസഫ് എന്ന പേരിൽ ഇന്ന് ഏറ്റവും വലിയ ക്രൈസ്തവ മിഷണറി പ്രവർത്തകനായി രാജ്യത്തിനകത്തും പ്രവർത്തിക്കുന്ന ഈ ക്രൈസ്തവ പണ്ഡിതനാണ് ഈ പറയുന്ന സുലൈമാൻ. ഇവിടെ പോയപ്പോഴേക്ക് അദ്ദേഹം ക്രിസ്ത്യാനിയായി. ആരാണ് അദ്ദേഹത്തിന് ഉൾക്കാഴ്ച കൊടുത്തത്? ഇവനോട് തിരിച്ചെടുക്കാൻ പറ്റില്ല, ശാശ്വതമായി പുറത്താക്കപ്പെടേണ്ടവനാണ്. ഇവൻ ധാരണയായി പുറത്തിറങ്ങിയാൽ നമുക്ക് വലിയ ചീത്തപ്പേരാകും, ഇവന് കുഫറിന്റെ ലക്ഷണമുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ആരാണ്? അദ്ദേഹം മാത്രമായിരുന്നല്ലേ ഇങ്ങനെ. അദ്ദേഹത്തിന്റെ അഭിവന്ദനായ ഗുരുവര്യൻ മാത്രം അദ്ദേഹത്തിന്റെ ഷെയ്ഖായിരുന്നു ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു 2 വീട്ടിൽ നിന്നുള്ള വിജയികളെ കൊടുത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശംസുൽ ഉലമ ഉസ്താദ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിലെ ഉസ്താദായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം പ്രിൻസിപ്പളായി നിൽക്കുന്ന കാലഘട്ടത്തിൽ എന്നോട് ജിഫ്രി തങ്ങൾ നേരിട്ട് പറഞ്ഞ സംഭവം പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് പറഞ്ഞ സംഭവമാണ് ഞാനത് ചോദിച്ചറിഞ്ഞപ്പോ, ഒരാള് കോളേജ് കോമ്പൗണ്ടിൽ നടന്നു പോകുമ്പോ അവനെ വിളിപ്പിക്കുന്നു. അബ്ദുൾ റസാഖ് എന്നാണ് പേര്. എടാ, നീ ഇവിടെ പഠിക്കാൻ പറ്റുമോ? നീ പുറത്തു പോയിക്കോ. അവൻ ഞെട്ടിപ്പോയി, മറ്റുള്ള ആളുകൾ ഞെട്ടിപ്പോയി. എന്താ അടച്ചു നിൽക്കുന്നത്? നിന്റെ കിതാബ് പെട്ടി പുസ്തകം എടുത്തോ, പുറത്തിറങ്ങിക്കോ. പോകാനല്ലേ പറഞ്ഞത്? മൂപ്പര് പറഞ്ഞ അപ്പീലില്ല. അവൻ പോയി. അബ്ദുൾ റസാഖ് 2 ആഴ്ചക്കകം അബ്ദുൾ റസാഖ് ക്രിസ്ത്യാനിയായി. പട്ടിക്കാട് ചുങ്കത്ത് ജാമിഅ നൂരിയന്റെ മുമ്പിൽ വന്ന് ക്രിസ്ത്യാനിസത്തിന് വേണ്ടി പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ പഠിച്ച ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു. ഈ കുഫറിന്റെ ലക്ഷണം നോക്കിക്കാണാൻ കഴിയുന്ന ആ തരത്തെ മഹാത്മാക്കളാണ് സമസ്തക്ക് ഇന്നും ഇന്നലകൾ നേതൃത്വം കൊടുത്ത മഹാത്മാക്കൾ. അവരെ കൊച്ചാക്കി കാണേണ്ട ആളുകളല്ല നമ്മൾ. അവർ ഈ ദീൻ നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും പറയും പോലെ മുജാഹിദും ജമാഅത്തും അങ്ങനെ പ്രശ്നമാക്കേണ്ടെന്ന് വെച്ചാൽ ദീൻ നിലനിൽക്കൂല, ഉറപ്പ്. തൽക്കാലം അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ സുന്നത്ത് ജമാഅത്ത് കാണാൻ കഴിയില്ല, ബിദ്അത്തിന്റെ ആധിപത്യമായിരിക്കും. സമസ്തയുള്ളത് കൊണ്ടാണ് ബിദ്അത്തിൽ നിന്ന് ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ കുഫറിന്റെ മാർഗത്തിലേക്ക് എന്നോ പോകുമായിരുന്നു.